നമ്പർ നോക്ക്. നമ്പർ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെയല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആദ്യമേ തന്നെ നമ്മുടെ കാറ് കുറേ ദിവസം കഴിഞ്ഞ് എനിക്ക് കയ്യിൽ തിരിച്ചു കിട്ടുവാണ്. കാരണം കാറ് ഒരുപാട് അറിയാലോ, എന്തോരം വർഷത്തെ ഒരു സ്വപ്നമാണ് ഈ ഒരു കാറ് വാങ്ങി നമ്മൾ ഫുൾഫിൽ ചെയ്തത്. സോ കാർ അതുപോലെ പ്രൊട്ടക്ട് ചെയ്യണം. സോ ആദ്യമേ ഞാൻ കാറ് കിട്ടിയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഷിമ്മർ എന്ന് പറഞ്ഞ കാർ ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ കൊടുത്തേ. അപ്പോൾ ഈ ഒരുപാട് കാർ ഡീറ്റെയിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, എല്ലാവർക്കും അവരവരുടെ സ്പെഷ്യാലിറ്റീസും നല്ലതുണ്ട്. പക്ഷേ എനിക്ക് ബേസിക്കലി എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളും ഇത്തലി അറിയാവുന്ന സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും കാറിനെ ബേസിക്കലി സ്നേഹിക്കുന്നവരും ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്ത സ്ഥലമാണ് ഇവിടെ. എനിക്ക് ആക്ച്വലി വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത ബൈജു എന്നാരാണ്, ബൈജു ചേട്ടനാണ്. ബൈജു ചേട്ടൻ്റെ വണ്ടിയും ബൈജു ചേട്ടനും ഒരുപാട് പേര് ഇവിടെയാണ് റെക്കമെൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അവർ സെറ്റപ്പാണ്. ഒള്ളിത്തേക്ക് കാറ് 3-4 ദിവസമെങ്കിലും ഇവിടെ ഇടേണ്ടി വരും. ഇവർ അകത്ത് സെറ്റപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ വണ്ടി എടുത്തതിനെ കാട്ടി ഭംഗിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആദ്യം തന്നെ ഇവിടെ R&D ലാബാണ് ഞാൻ വന്ന് കണ്ടത്. ഇതിലാണ് നമ്മളെ കാണിക്കുന്നത്. സോ നിങ്ങളുടെ കണ്ണ് ആദ്യം തന്നെ പോകുന്ന റെഡിലേക്കായിരിക്കും. ഇതാണ് ആക്ച്വലി ഗ്രാഫൈനെയും കാട്ടി ഇവർ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ഒരു ലാബൊക്കെ ഉള്ള ഒരു കാർ ഡീറ്റെയിലിംഗ് സെൻറ്റർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിലാണ് നമ്മൾ ബോറോഫിൻ എന്ന് പറയുന്ന ഒരു പുതിയ ഗ്രാഫൈനെയും കാട്ടി മച്ച് എന്താ പറയുക ഹാർഡറാണ്. വണ്ടിക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കും, പക്ഷേ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത്രയും കൂടുതലില്ല. സോ ഞാൻ ചെയ്ത ബോറോഫിനാണ്. അതല്ലാതെ ഇവരുടെ PPF ഉണ്ട് സ്റ്റിക്കർ, പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ്, അതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല. പിന്നെ ഗ്രാഫൈനും ഉണ്ട്. അതല്ലാതെ ഇവിടെ അവർ ഉണ്ട് പഴയ സീറ്റ്സൊക്കെ റിനോവേറ്റ് ചെയ്യും, ഹെഡ്ലൈറ്റ്സ് എന്ത് പഴയതായാലും എല്ലാം റീസ്റ്റോർ ചെയ്യും. സോ ഫുൾ സെറ്റപ്പാണ് ഇവരിവിടെ. വേറൊരു സ്പെഷ്യാലിറ്റി വേറെ എവിടെയും കാണാത്തൊരു സംഭവം ഉണ്ട്. അറിയോ, ഇതിൻ്റെ അകത്താണ് അവർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഇത് ഫുള്ളി കൺട്രോൾഡ് ആണ്. ഓക്കെ, സോ ഫുള്ളി എയർ കണ്ടീഷൻഡ് ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ സാധാരണ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ വണ്ടി 10-15 ദിവസം എടുക്കും ശരിക്കും അതൊന്ന് സെറ്റ് ആവാനായിട്ട്. പക്ഷേ ഇവർക്ക് ഒരു സ്പെഷ്യൽ ലൈറ്റൊക്കെ ഉണ്ട്. ഇതുപോലത്തെ സ്പെഷ്യൽ ലൈറ്റ് ഉണ്ട്, അതിപ്പോൾ ഓൺ ചെയ്ത് കാണിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് ഭയങ്കര ഹീറ്റ് ക്രിയേറ്റ് ചെയ്യും. അത് നേരെ കാറിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതൊക്കെ വേഗം സെറ്റാവും ഇവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഡസ്റ്റ് ഒന്നും കയറില്ല, അത്രയും ഫുള്ളി കവേർഡായിട്ട് എയർ കണ്ടീഷനും ഉണ്ട്, എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഡീറ്റെയിലിങ്ങും കാണാനായിട്ട്. സോ ഭയങ്കര എന്താ പറയുന്നത് പ്രിസിഷനാണ് ഇവരുടെ ഒരു മെയിൻ തിങ്. ഇതാണ് ഇവരുടെ IR ലൈറ്റ്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ നമ്മുടെ കാർ ശരിക്കും കുറേ ദിവസം എടുക്കും. ഇതിപ്പോൾ ഓൺ ചെയ്തേ ഉള്ളൂ, ഇവിടെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. കുറേ ദിവസം എടുക്കും. ഇത് പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഈ ക്യൂറിങ് പ്രോസസ്സ്, കാറിൻ്റെ ക്യൂറിങ് പ്രോസസ്സ് ഭയങ്കര സ്പീഡാക്കും. സോ ഇതും കൂടെ ഉള്ളത് കൊണ്ട്, പിന്നെ പൊടിയൊന്നും കയറാത്തതുകൊണ്ട് നമ്മുടെ കാർ നല്ല സെറ്റപ്പായിട്ട് നമുക്ക് കിട്ടും. ഇത്രയൊക്കെ സെറ്റപ്പ് ആണെങ്കിലുണ്ടല്ലോ, എനിക്ക് ബാക്കി ഞാൻ 3 സ്ഥലത്ത് ഇൻക്ലൂഡിങ് ഇവരും കൂടെ 3 സ്ഥലത്താണ് കോട്ട് കിട്ടിയത്. കമ്പാരിറ്റീവ്ലി ഇവർ ഡിസ്കൗണ്ടഡ് റേറ്റ് എനിക്ക് തന്നു. എന്നിട്ട് ഇവരുടെയാണ് ഏറ്റവും ബെസ്റ്റ് റേറ്റുമായിട്ട് കിട്ടിയത്. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ബോറോഫിൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് 4 വർഷത്തെ. അതിൽ 20 മന്ത്സ് കഴിയുമ്പോഴും 44 മന്ത്സ് കഴിയുമ്പോഴും വീണ്ടും ഫുള്ളായിട്ട് അവർ റീഅപ്ലൈ ചെയ്യും. എന്ന് പറയുമ്പോൾ വെറുതെ ടോപ്പപ്പോ സർവീസോ അങ്ങനെയൊന്നുമല്ല, ഫുൾ റീഅപ്ലൈ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യണം, ഇങ്ങനെ സർവീസ് ചെയ്യണം, അങ്ങനത്തെ ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് 4 വർഷം വാറണ്ടിയും കിട്ടും. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ടെന്ന് കാണാം അല്ലേ. ആൻഡ് ഗൈസ്, നമ്മുടെ കാർ ജസ്റ്റ് ഹൗ ബ്യൂട്ടിഫുൾ ഡസ് ഷീ ലുക്ക്. ഞാൻ ആക്ച്വലി വിചാരിച്ചു പുതിയ കാറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അത്രയും വ്യത്യാസമൊന്നും വരില്ല, പക്ഷേ ഇറ്റ് ഈസ് ട്രൂലി മാജിക്കൽ. ഇറ്റ്സ് സോ സ്മൂത്ത്. എൻ്റെ മറ്റേ കാറിൽ ഞാൻ ഗ്രാഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനൊക്കെ കാട്ടി എത്രയോ ബെറ്ററായിട്ട് എനിക്ക് പേഴ്സണലി വ്യത്യാസം തോന്നുന്നത്. ആൻഡ് ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ നൗ. നമ്മുടെ കാറിന് നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇനി ചെറിയ ചെറിയ മാർക്സും അല്ലെങ്കിൽ വളരെ ഇപ്പം ചെടിയൊക്കെ കൊണ്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ട് നമ്മുടെ കാറിലേക്ക് പോത്തുമില്ല. കണ്ണാടി പോലെയാണ്. നമുക്ക് യു ക്യാൻ ജസ്റ്റ് സീ ദ റിഫ്ലക്ഷൻ. ഇതൊന്നും അഴുക്കല്ല, ഇതതിൻ്റെ ഒരു ഗ്ലോസിയുടെ ഒരു പേൾ ഫിനിഷാണ്, ഡയമണ്ട് ഫിനിഷ് എന്തോ പറയുന്നതാണ് നമ്മുടെ പെയിൻറ്റ്. അപ്പോൾ ആ ഒരു ക്ലിയർ ആയിട്ട് കാണാം. ബട്ട് ഇറ്റ്സ് സോ റിഫ്ലക്റ്റീവ് ആൻഡ് മച്ച് മോർ ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കും. സോ 100% നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗ്രാഫൈൻ അല്ലാതെ ഷിമ്മറിൽ തന്നെ നിങ്ങൾ ഈ ഒരു ബോറോഫിൻ തന്നെ ട്രൈ ചെയ്യുക. ആൻഡ് ഇറ്റ് ഇസ് സച്ച് എ ട്രൂലി മാജിക്കൽ എക്സ്പീരിയൻസ്. അത് എസ്പെഷ്യലി കുറച്ചും കൂടെ പഴയ കാറാണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് കൂടുതൽ വ്യത്യാസം തോന്നും. ഭയങ്കരമായിട്ട് ഒരു പുതിയ കാർ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതിനെ കാട്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഭയങ്കര ഹാപ്പിയാണ്.
കാർ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഈ കാറിൽ ഒന്നും ചെയ്യുന്നില്ല, ഈ ജസ്റ്റ് എൻജോയിങ് ഇറ്റ്. കുറേ ലോങ് ഡ്രൈവ്സ് പോകണം, കുറേ സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യണം, കുറേ പൈസ ലാഭിക്കണം. അതിലാവുമല്ലോ, EV ആണല്ലോ. സോ ഇനി നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി അടുത്ത പരിപാടിയിലേക്ക് പോവാം. താങ്ക് യു. ദേവികയാണ് ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ സജസ്റ്റ് ചെയ്തത് കേട്ടാ. ദേവിക ഇത് ഓൾറെഡി ആയിട്ടും ഡെലിവറി തരാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു. സൺഡേ കൊളാക്കിയത് സോറി. സോ ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് ഷാമ്പൂവും കിട്ടും, 2 നല്ല കിടന്ന മൈക്രോഫൈബർ ക്ലോത്ത്. സോ താങ്ക് യു, ഭയങ്കര ഹാപ്പി ആയിട്ട്. താങ്ക് യു. അപ്പൊ ഹായ് ഗായ്സ്, വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. ഇതും വണ്ടീനെ കുറിച്ച് റിലേറ്റഡ് ആണ്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചാണ് ഈ വണ്ടിയൊക്കെ എടുക്കുന്ന പോലെ, പക്ഷെ അതും സാധിച്ചു. സോ വണ്ടിയുടെ നമ്പർ ഭയങ്കര പെർട്ടിക്കുലർ ആണ്. കാരണം നമ്മൾ അങ്ങനെ എപ്പോഴൊന്നും ഒരു വണ്ടി വാങ്ങില്ലല്ലോ. വൺസ് ഇൻ 5 or 7 year, മേ ബി 8 years ഒക്കെ ആയിരിക്കും വാങ്ങുന്നത്. ഞങ്ങൾ ഏറ്റവും സ്പെഷ്യൽ വണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയത്. സോ അതിന് ഒരു വളരെ സ്പെഷ്യൽ നമ്പർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കിട്ടുമ്പോൾ ഒട്ടും വിചാരിച്ചു, പക്ഷെ ഒരു ആഗ്രഹം, ഒരു ചെറിയ വാശി ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരു ആൾക്കാരുടെ സ്പെഷ്യൽ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. സോ ഞാൻ 5555 ആണ് ആദ്യമേ നോക്കിയത്. അത് ഈ DD ആണ് ഇപ്പം വരുന്നത്. അത് KL7. അപ്പോൾ KL7 DD എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ എനിക്ക് എല്ലാം ഡബിൾ ഡിജിറ്റ്സ് വേണമായിരുന്നു. 5555 ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊന്ന് അത് ഐ എം നോട്ട് ഷുവർ, ഐ തിങ്ക് സോ അത് ബിസ്മി ലേലം വിളിച്ചെടുത്തു. അത് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയ്ക്കെങ്ങാനാണ് പോയത്. അത്രയൊന്നും പറ്റിയില്ല. പക്ഷേ അടുത്ത നമ്പർ, അടുത്ത ഒരു 6600 അല്ലെങ്കിൽ പറ്റുമെങ്കിൽ 6666 അല്ലെങ്കിൽ 7766 അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുന്നുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് സാധിച്ചിട്ടുണ്ട്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രിയ ആണെങ്കിലും അമ്മയാണെങ്കിലും അന്തു ആണെങ്കിലും ആർക്കും അറിയില്ല. എനിക്കും ഫ്രണ്ട്സിനും മാത്രം അറിയാത്ത രഹസ്യമാണ്. ലേലം വിളിച്ച് അത് നടത്തി മക്കളെ. ആ സ്വപ്നം കൂടെ സാക്ഷാത്കരിച്ചു. നമ്പർ ഏതായിരിക്കും നമുക്ക് ആദ്യം എല്ലാവരുടെ റിയാക്ഷൻ കാണാം, അത് കഴിഞ്ഞിട്ട് നമ്പർ കാണിച്ചു തരാം. സോ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ടെമ്പററി രജിസ്ട്രേഷൻ ഒന്ന് കാർഡുമാണ്. ഞാൻ ഹ്യുണ്ടായി ഷോറൂമിൽ വന്നിരിക്കുവാണ്. ഇവിടെ വന്ന് ആദ്യമേ വണ്ടി നോക്കിയപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ഡെമോ വണ്ടി. ഇത് നമ്മുടെ കയ്യിലാവുന്നത്. സോ ലൈഫിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് അച്ചീവ്മെന്റ്സ് തന്നെയാണിത്. വണ്ടിയുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും റിയാക്ഷൻ നോക്കാം കേട്ടോ. അടിപൊളിയായിരിക്കും. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ആർക്കും അറിയില്ല. പ്രിയ, ഞാൻ കാറിലൊരു പുതിയ ലൈറ്റ് പോലത്തെ പിടിപ്പിച്ചിട്ടുണ്ട്, മറ്റേ മേളിലുള്ള ഫാൻസി ലൈറ്റ്. എങ്ങനെയുണ്ടോ നോക്കുക. വണ്ടി കുളമാക്കാൻ വേണ്ടി ഇരിക്കുക. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ലൈറ്റ് ഒന്നും. എനിക്ക് നോർമൽ ആയിട്ടുള്ള കാറായിട്ട് ഇരുന്നാൽ മതി, അല്ലാതെ മറ്റേ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ച ഇഷ്ടമല്ല. ഒന്ന് കണ്ടു നോക്ക്. അതെ, ഫ്രണ്ടിൽ നോക്ക്, ലൈറ്റ് എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? എക്സ്പെക്ട് ചെയ്താ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് പറ. ഓ, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പ്രിയയുടെ കാർഡ് എടുത്ത് അങ്ങോട്ട് ഒരച്ച് അതൊക്കെ ഒരച്ച് കൊണ്ട് ഞാൻ അറിഞ്ഞും കൂടി ഇതൊരു സംഭവമായി. ആയില്ലേ എക്സ്പെക്ട് ചെയ്താ. ഇനി എനിക്കിത് എല്ലാവരുടെ റിയാക്ഷൻ എടുക്കണം, അമ്മയുടെ ഡാഡിയുടെ മമ്മിയുടെ ഒക്കെ. ഓക്കെ, പ്രിൻസിന്റെ റിയാക്ഷൻ എടുക്കണ്ട, അന്തുവിന്റെ ജഫ്രിനില്ല, അന്തുവിന്റെയും കൂടെ റിയാക്ഷൻ എടുക്കണം. എന്തേ ഞാൻ വണ്ടിയിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കി ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളായിരുന്നു. വാ, ഫ്രണ്ടിൽ അടി നോക്ക്. അല്ല, വണ്ടിയുടെ നമ്പർ നോക്ക്. എങ്ങനെയുണ്ട്? സാധിച്ചെടുത്തില്ലേ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ സാധിച്ചെടുക്കുന്നത്. അല്ലേ? പ്രതീക്ഷ ഞാൻ നീ ചോദിക്കുമ്പോ പറയാം അത് 3 മാസം പിടിക്കും, 4 മാസം പിടിക്കുന്നു. കള്ളൻ, നിന്നെ വിശ്വസിക്കില്ലേ? അടിപൊളിയായില്ലേ? ലേലം വിളിച്ച് കിട്ടിയതാ. കിട്ടി അല്ലേ? അത്രേ ഉള്ളു. ഓക്കെ, സക്സസ്ഫുള്ളോ? ഈ എല്ലാവരുടെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യല്ല. കാരണം കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇതൊക്കെ നമ്മൾ റോഡിലൊക്കെ കാണുമ്പോൾ സ്വപ്നങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് റീലുണ്ട്, ഇസ് ദിസ് എ ഡ്രീം? നോ, ഐ എം ലിവിങ് മൈ ഡ്രീം. അതാണ് സത്യമായിട്ടും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് എനിക്ക് ആ കൂടെ ഉള്ളത്
എല്ലാ കാര്യത്തിനും ആർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ വേണ്ടത്. ആൻഡ് നെവർ സെറ്റിൽ, ഓൾവേസ് എയിം ഫോർ മോർ. എല്ലാ കാര്യത്തിനും നന്ദി വേണം. ഒരു എന്താ പറയുക, ഒരു 5 രൂപ കിട്ടുകയാണെങ്കിൽ 10 രൂപ കിട്ടുകയാണെങ്കിൽ നന്ദി വേണം. അതുപോലെ തന്നെ ഒരു നേരത്തെ ഫുഡ് എന്ത് കഴിക്കുമ്പോഴും നമുക്ക് നന്ദി വേണം. ദാറ്റ് വി ആർ ഏബിൾ ടു ഹാവ് ദിസ്. പക്ഷേ സെറ്റിൽ ചെയ്യരുത്, നെവർ സെറ്റിൽ. അതാണ് എനിക്ക് തോന്നുന്നു ഈ ഷാറുഖ് ഖാൻ്റെ സ്പീച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഷാറുഖ് ഖാൻ, വിരാട് കോഹ്ലി, അംബാനി, ഇവരൊക്കെ അവരവരുടെ ഫീൽഡിൽ, മമ്മൂക്ക, ഇവരൊക്കെ അവരവരുടെ ഫീൽഡിൽ ടോപ്പിൽ നിൽക്കുവാണ്. പക്ഷെ അവർ സാറ്റിസ്ഫൈഡ് ആണ്? ഒരിക്കലും അല്ല. ദേ ആർ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് ടു ബി വെയർ ദേ ആർ. പക്ഷേ ദേ വിൽ നെവർ സെറ്റിൽ. അത് തന്നെയായിരിക്കണം നമ്മുടെ ലൈഫിൽ. ഇഫ് വി വോണ്ട് മോർ ആൻഡ് മോർ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയെങ്കിൽ പിന്നെ ഓബ്വിയസ്ലി അവരവരുടെ പേഴ്സണൽ വിഷയമാണ്. പക്ഷെ നെവർ സെറ്റിൽ. എന്തായി എല്ലാത്തിനും ഉത്തരവാദിത്തം ഈ നിൽക്കുന്ന മനുഷ്യനാണ് കേട്ടോ. നമ്മളെ അക്കൗണ്ട്സ് ഒക്കെ മാനേജറായിട്ട് ബഡ്ജറ്റ് കുറയ്ക്കാൻ വന്നതാണ്. പ്രിൻസും അതേപ്പറ്റിയാണ് ഒക്കെ ഒടുക്കത്തെ ചെലവ്. സംഭവം തന്നെ അല്ലേ? അത് മതി. ഇങ്ങോട്ട് ഒരു കാര്യം കാണിക്കാനുണ്ട്. എവിടെയാണ് കറങ്ങി കിടക്കുന്നത്? ഇങ്ങോട്ട് വാ. കാറിന് ചെയ്തോണ്ട പിന്നെയല്ല, ഇവിടെയുള്ള എല്ലാവർക്കും എത്ര പോയി ഒരു വിഷമം പോലെ മുഖത്ത്. എന്നോട് ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ കാർഡ് എടുക്കുക, ഉരയ്ക്കുക. ഇനി ഉറക്കല്ലോ. സംഭവം പൊളിയായില്ലേ? ഇത് തകർത്തു അല്ലേ? അത് മതി. തകർത്തു. ഇനി ഒന്നും നോക്കാനല്ലോ പ്രിയ. ഞാൻ ഇന്ന് കാണണ അറിയോ? അത് കുഴപ്പമില്ല, ഞങ്ങള് കാണുന്നല്ലോ, ബാക്കിയുള്ളവർ കാണുന്നല്ലോ. അതെ. അപ്പൊ ഇതൊരു കോഫി കുടിക്കാമല്ലോ. പിന്നെ മാത്രം നടക്കില്ല, ഒതുക്കില്ല അല്ലേ? ഇത് നോക്ക്, ഡാഡി പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്ന പൂച്ചയുടെ ഷർട്ട് ഇട്ടിട്ടാണ്. അത് കൊള്ളാം. ഡാഡി എല്ലാരും വെയിറ്റിംഗ് ആണ് കേട്ടാ. ഡാഡി ഷർട്ട് കളക്ഷൻസ് ഒരു ഹാപ്പി സ്റ്റോറി കാണാനായിട്ട് കേട്ടാ. ഡാഡിയുടെ ഷർട്ടിന്റെ കളക്ഷൻ നമ്മുടെ ഷോപ്പിൽ വരണം വേഗം. അതെ. ഇനി ഒരു കാര്യം കാണിക്കാം. അറിയാതെ ഇട്ടാണോ? പൂച്ചയെ നോക്കി ഇട്ടതല്ല, ഒരു ഷർട്ട് എടുത്തിട്ടു, അത്രേ ഉള്ളൂ. അതെ. ഡാഡി വണ്ടിയിൽ ഒരു മാറ്റമുണ്ട്. എന്താ നോക്ക്. നമ്പർ എങ്ങനെയുണ്ട്? നമ്പർ നോക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്പർ എങ്ങനെയുണ്ട്? വെരി ഗുഡ് നമ്പർ. അടിപൊളിയല്ലേ? ഞങ്ങള് വാശിയില് ലേലം വിളിച്ചെടുത്താ ഡാഡി. പിന്നെ അല്ലാതെ അതൊന്നും പറയില്ല. ഒരു 1.5 തുകയായി. അയ്യോ, അത് വേണ്ടായിരുന്നു കേട്ടാ. ഡാഡി പൈസ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. നമ്പർ നമുക്ക് വേണ്ടേ? ആ, നമ്പർ എങ്ങനെയുണ്ട്? നമ്പർ അടിപൊളി, സൂപ്പറായില്ലേ? സൂപ്പർ. അതാണ് വേണ്ട, ഒരിക്കലും മറക്കാത്തൊരു നമ്പർ അല്ലേ? അതാണ് വേണ്ടേ. അപ്പൊ മോൾക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് കൊടുത്തേക്ക്. ഡബിൾ DD വിളിക്കാലോ. അപ്പൊ ഇനി നമുക്ക് ട്രിപ്പ് ഒക്കെ പോകാൻ റെഡിയല്ലേ? എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഗൈസ്, ഇങ്ങനെ ഞാൻ ആക്ച്വലി വളർന്നൊക്കെ കുവൈറ്റിലാണ്. അതിന് കുറച്ച് കാലം ദുബായിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ട് ആൾക്കാർ, ഷെയ്ഖുമാരുടെയും വലിയ വലിയ ആൾക്കാരുടെ ഒക്കെ കാറിന്റെ നമ്പർ കണ്ട് അന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തൊരു നമ്പറാണ്. അതിന് എറണാകുളത്ത് വന്നപ്പോഴും നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമുക്ക് ഇതൊക്കെ സാധിക്കുമെന്ന്. സോ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് ഫോർ അസ്. ഇങ്ങനെ ആൾക്കാരുടെ സ്പെഷ്യൽ നമ്പർ കാണുമ്പോൾ ആഗ്രഹിക്കും. മമ്മൂക്ക അല്ലെങ്കിൽ രാജു, പിന്നെ വലിയ വലിയ യൂസഫ് അലി, അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ അച്ചീവേഴ്സിൻ്റെ ഒക്കെ എപ്പോഴും വണ്ടിക്ക് ഒരു സ്പെഷ്യൽ നമ്പർ കാണും. നമ്മളത് ലേലം വിളിച്ച് നമ്മൾ ഒരു ആഗ്രഹവും വാശിയുടെ പുറത്ത് കിട്ടിയ ഒരു സംഭവമാണ്. നമ്പറും കൂടെ റിവീൽ ചെയ്യാം. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. നമ്പറും കൂടെ ഒന്ന് കാണിക്കാം.